കാരണം മക്കളെ നിങ്ങൾ ഒരുപക്ഷെ തമ്മിൽ കണ്ടിട്ട് തുറന്നു നോക്കിയ ആൾക്കാരേക്കാളും എന്ത് തന്നെ ആയിക്കാളും എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. അതായത് നമ്മുടെ പരീക്ഷയിൽ വരുന്ന സമയത്ത് മിക്കവാറും സമയങ്ങളിൽ എല്ലാ തവണയും ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ പറഞ്ഞ APC, MPC, MPS, പിന്നെ അതുപോലെ APS, ഈ പറഞ്ഞ 4 ആൾക്കാരെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവരെ കുറിച്ച് പറയാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമ്മുടെ മുമ്പിൽ കടന്നു പോകാറില്ല. ചിലപ്പോൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, 1 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, ഈ 1 മാർക്ക് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം 5 മാർക്കിന്റെ ടേബിൾ വരെ മാറാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ജസ്റ്റ് ഒരു പക്ഷേ നിങ്ങളത് നോക്കുക. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ആവരുത്. ആദ്യമേ ചെയ്യേണ്ട കാര്യം ടെൻഷൻ ആവരുത്. കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളെ പേപ്പറിൽ ചോദിക്കാറുള്ളൂ. നമുക്ക് അറിയുന്ന കാര്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ. അതെ, നമുക്ക് ചോദിക്കാനും പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് ചോദിച്ചതെന്ന് വെച്ചാൽ അത് ആദ്യം വായിക്കുക. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. APC, MPS, അതുപോലെ MPC, APS, അതുപോലെ തന്നെ ഈ പറഞ്ഞ സേവിങ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം, ഒരു മനുഷ്യന് സാധാരണ വരുമാനം കിട്ടും അല്ലേ? വരുമാനം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ Y എന്നാണ് സൂചിപ്പിക്കുക. എന്ത് പറയുന്നു? ഇൻകം എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിക്കുക, നമുക്ക് കിട്ടുന്ന ഈ വരുമാനത്തിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ചെലവ് നടന്ന് അതിനെന്താ പറയുക, സി എന്ന് പറഞ്ഞാൽ കൺസംഷൻ എന്നാണ് പറയാം. അതുപോലെ അതിൽ നിന്ന് ബാക്കി വരുന്ന പൈസയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുത്തു വെക്കുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത്, നമ്മുടെ സേവിങ്സ് ആക്കി മാറ്റുന്നത്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൺസംഷൻ ആണ്. കൺസംഷനെ നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? ഉപഭോഗം എന്ന് പറയുന്നു. ആൻഡ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേവിങ്സ് ആണ് അല്ലേ? സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പാദ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് പരീക്ഷയ്ക്ക് പറഞ്ഞ കാര്യം തരും, ആദ്യം നമ്മളോട് സേവിങ്സ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ സേവിങ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? Y = C + S എന്നാണ് ഇക്വേഷൻ. അത് പ്രകാരം നമുക്ക് സേവിങ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നോക്കിക്കോളൂ. സേവിങ്സ് = Y - C ചെയ്താൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. ഓക്കെ, സിമ്പിൾ ലോജിക്കാണ്. കാരണം 2 ആൾക്കാരെ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത് ഒരാളെ കിട്ടിയെങ്കിൽ ആദ്യത്തെ ആളെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന 2 പേരിൽ നിന്ന് കുറച്ച് നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ ആ ഒരു ലോജിക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾ നോക്കാം. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് നമ്മുടെ വരുമാനം അഥവാ ഇൻകം എന്ത് തന്നിരിക്കുന്നത്? Y എന്ന് നമ്മൾ എഴുതി, കൺസംഷൻ നമ്മൾ C എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സേവിങ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നോക്കോളൂ, ഇൻകം, കൺസംഷൻ, സേവിങ്സ്. അപ്പോൾ സേവിങ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? S = Y - C ചെയ്താൽ മതി അല്ലെ? Y - C ചെയ്താൽ മതി. 15,000 നിന്നും 10,000 കുറച്ച് ബാക്കി 0 ആണ് ഉണ്ടാവുക. അതിൻ്റെ അർത്ഥം ഒന്നും തന്നെ സേവ് ചെയ്യുന്നില്ല. രണ്ടാമത് നോക്കിയേ, 20,000 നിന്നും 18,000 കുറച്ച് കഴിഞ്ഞാൽ 20,000 - 18,000 ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 2,000 ആണ് സേവിങ്സ് വരുന്നത് അല്ലെ? ഇനി അതുപോലെ 25,000 നിന്നും 21,000 കുറച്ച് കഴിഞ്ഞാൽ 4,000 ആണ് സേവിങ്സ് വരുന്നത്. ലാസ്റ്റ് 30,000 നിന്നും 23,500 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക? നമുക്ക് പറയാം 6,500 അല്ലെ? യെസ്, 6,500 രൂപയാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ സേവിങ്സ് എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. നമുക്ക് അവിടെ കിട്ടുന്നത് 1 മാർക്ക് നമ്മളവിടെ സെക്യൂർ ചെയ്തു. ഇനി അടുത്ത APC, MPC, അതുപോലെ തന്നെ APS, MPS കാണണം. വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം. നമ്മൾ APC, MPS ഇത് പഠിക്കാൻ വേണ്ടി 4 ആൾക്കാർ നമുക്കൊരു ബോക്സ് ആയിട്ട് എടുക്കാം. ഇങ്ങനെ നോക്കിക്കോളും. ഫസ്റ്റ് വൺ APC, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന APC കണ്ട പോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മളോട് APS കാണും. അപ്പോൾ നിങ്ങളോട് നോക്കുക, നമുക്ക് എന്താ കാണണ്ടേ? കൺസംഷൻ C വെച്ചിട്ട് കാണണ്ടല്ലേ? ആവറേജ് കാണുമ്പോൾ എപ്പോഴും നമ്മൾ ഡിവിഷൻ ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസംഷൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കൺസംഷൻ്റെ മുകളിൽ എഴുതി. നമുക്കറിയാം ചിലവാക്കണമെങ്കിൽ പൈസ കിട്ടണമെങ്കിൽ എന്ത് വേണം? വരുമാനം വേണം അല്ലേ? അപ്പോൾ C/Y എന്നാണ് ഇക്വേഷൻ വരിക. ഇനി അതേപോലെ APS, അവിടെയും ആവറേജ് അല്ലേ? അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ നോക്കുക. എന്താ കണ്ടുപിടിക്കേണ്ടത്? സേവിങ്സ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ സേവിങ്സ് കണ്ടുപിടിക്കണം. എവിടുന്ന സേവിങ്സ് കിട്ടുക? നമ്മുടെ വരുമാനത്തിന്. അപ്പോൾ അത് തന്നെ ഇക്വേഷൻ എഴുതി. അപ്പോൾ APC കാണാനുള്ള ഇക്വേഷൻ ആണ് C/Y എന്നും APS കാണാനുള്ള ഇക്വേഷൻ ആണ് S/Y എന്നും പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന MPC ആണ്. MPC കാണണം, അതുപോലെ തന്നെ MPSും കാണണം. സിമ്പിളാണ് ഇക്വേഷൻസ് പഠിക്കാൻ. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, M എന്ന് പറയുന്നത് മാർജിനൽ എന്നാണ് അല്ലെ? മാർജിനൽ എന്നാണ്. ഇത് പഠിക്കാൻ വേണ്ടി ഏറ്റവും സിമ്പിൾ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ എന്താണ്? മാർജിനൽ എന്ന് എഴുതുമ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് അക്ഷരമാരിൽ M എന്ന് പറയുന്ന അക്ഷരം അല്ലേ? നിങ്ങൾ ആലോചിക്കുക, ആക്ച്വലി 2 ത്രികോണങ്ങൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ഒരു അക്ഷരമല്ലടാ ഈ പറഞ്ഞ M. നോക്കി, ഇനി ഒന്ന് നോക്കി നിങ്ങൾ. M എന്ന് പറയുന്ന അക്ഷരം 2 ത്രികോണങ്ങൾ ചേർത്ത് വെച്ചല്ലേ? അപ്പോൾ ആ 2 ത്രികോണങ്ങൾ നമുക്കിവിടെ വേണം. അപ്പോൾ നോക്കിക്കോളൂ, ആ 2 ത്രികോണങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കുന്നു, മുകളിലും താഴെ വെച്ച് കൊടുക്കുന്നു. ഓക്കെ, അതേപോലെ MPSന് നമുക്ക് വേണം എന്താ? മാർജിനിലാണ്. അപ്പോൾ മുകളിലും താഴെ 2 ത്രികോണങ്ങൾ കൊടുത്തു. നമുക്കറിയാം ഈ ത്രികോണങ്ങളുടെ പേരെന്താണ്? നമ്മൾ ഇതിനെ സ്നേഹപൂർവ്വം ഡെൽറ്റ എന്നാണ് വിളിക്കുക അല്ലെ? ഡെൽറ്റ എന്നാണ് വിളിക്കുക, ഈ ത്രികോണങ്ങളെ വിളിക്കാറുള്ളത്. അപ്പം ആ ഒരു ലോജിക്ക് നമുക്ക് അറിയുന്നതുകൊണ്ട് ഇനി ബാക്കി നോക്കാം. C കൺസംഷൻ വെച്ചിട്ടാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ടെൻഷനും വേണ്ട, മുകളിൽ C കൊടുക്കുക. കൺസംഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇൻകം വേണം. ഇക്വേഷൻ കംപ്ലീറ്റ് ആയി. ഇനി അതുപോലെ ഇവിടെ സേവിങ്സ് ആണ് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? സേവിങ്സ് വേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യുന്നു? മുകളിൽ നമ്മൾ S കൊടുക്കുക. എസ് സേവിങ്സിനുള്ള പൈസ എവിടെ നിന്ന് കിട്ടുക? ഇൻകത്തിനാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ഇക്വേഷൻസും നമുക്ക് വേണ്ട 4 ഇക്വേഷൻസും ഇതിനോടകം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഓക്കെ,
അപ്പോൾ നമുക്ക് വേണ്ട 4 ഇക്വേഷൻസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഇതിന്റെ ബേസിക് റൂൾ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് കിട്ടുക, ഇനി ഇക്വേഷൻസ് കാണാൻ പാഠം പഠിക്കുക, അതിന്റെ ടെൻഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഈസി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ഈ ക്വസ്റ്റിന്റെ ബാക്കി ഭാഗത്തേക്ക് പോകണ്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എ പി സി ആണ് എടുക്കേണ്ടത്. എ പി സി കാണാൻ എന്താ ചെയ്യേണ്ടത്, സി ഡിവൈഡഡ് ബൈ വൈ ചെയ്താൽ മതി. അപ്പോൾ സിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, വൈ കൊണ്ട് അഥവാ കൺസംഷനെ ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഫസ്റ്റ് കൊണ്ട് എത്ര കിട്ടുക, ഫസ്റ്റ് കൊണ്ട് നമുക്ക് ചെയ്യാനില്ല, കാരണം ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട. അടുത്ത കോളത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 18,000 ഡിവൈഡ് ബൈ 20,000 അല്ലേ. എത്ര വരും നമുക്ക്, 0.9 എന്നാണ് വരിക. സംശയം ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, നമുക്ക് കാൽക്കുലേറ്റർ അതിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ 0.9 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് 21 ഡിവൈഡ് ബൈ 21,000 ഡിവൈഡ് ബൈ 25,000. ഞാൻ ഇതിന്റെ 0 ചേർക്കാതെ വേറെ ഒന്നുമല്ല, നമുക്ക് ആ 0 അറിയുന്നതുകൊണ്ടാണ് നമ്മളവിടെ ചേർക്കാതെ. അപ്പോൾ 21,000 ഡിവൈഡ് ബൈ 25,000 എന്ന് പറയുമ്പോൾ നമുക്ക് 0.84 എന്നാണ് കിട്ടുക, 0.84 എന്നാണ് കിട്ടുക. നെക്സ്റ്റ് നമുക്ക് അവിടെ വേണ്ട എത്രയാണ്, ഈ പറഞ്ഞിരിക്കുന്ന 23,500 ആണല്ലേ. അപ്പോൾ 23,500 ഡിവൈഡഡ് ബൈ 30,000 എന്നാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 30,000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടുക നോക്കാം. നമുക്കവിടെ 23,500 ഡിവൈഡ് ബൈ 30,000 0.78 എന്നാണ് കിട്ടുക, 0.78 എന്നാണ് നമ്മുടെ ഉത്തരം കിട്ടുക. അപ്പോൾ 0.78 ഞാനത് ഇങ്ങോട്ട് മാറ്റി ചെയ്താൽ കേട്ടോ, 0.78 0.78. ഓക്കെ, നമുക്ക് ആ വാല്യൂ കിട്ടി, 0.78 എന്ന് കിട്ടി. ഇനി എ പി സി നമുക്ക് കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തുനിന്ന് കണ്ടേ എ പി എസ് ആണ് കാണേണ്ടത് അല്ലേ. എ പി എസ് കാണാനുള്ള ഇക്വേഷൻ എന്താ, എസ് ഡിവൈഡഡ് ബൈ വൈ ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ സേവിങ്സിന് നമുക്ക് ഫസ്റ്റ് സേവിങ്സ് ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ബ്ലാങ്ക് കൊടുത്തിട്ട് നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി അടുത്ത സേവിങ്സ് ഒക്കെ എത്രയാണ്, 2,000 ആണല്ലേ. എത്ര ഇൻകം ഉള്ളത്, 20,000 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, 2,000 ഡിവൈഡ് ബൈ 20,000 എന്ന് പറയുമ്പോൾ എത്ര വരിക, നമുക്ക് ഉത്തരം കിട്ടുക ഇവിടെ 0.1 എന്നാണ് കിട്ടുക, 0.1 എന്നാണ് കിട്ടുക. ഇനി അടുത്തത് എത്ര വരുന്നത്, 4,000 ആണല്ലേ. 4,000 ഡിവൈഡ് ബൈ 25,000 ആണ് ചെയ്യേണ്ടത് അല്ലേ, കാരണം ഇൻകത്തിനാണ് 25,000. അപ്പോൾ നോക്കിക്കോളൂ, 4,000 ഡിവൈഡ് ബൈ 25,000 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 0.16 എന്നാണ് കിട്ടുക, 0.16 എന്നാണ് കിട്ടുക. നെക്സ്റ്റ് നിങ്ങളിവിടെ നോക്കുക, നമുക്ക് എത്രയാണ് അടുത്ത സേവിങ്സ്, 6,500 ഡിവൈഡ് ബൈ 30,000 എന്ന് ചെയ്യുമ്പോൾ എത്ര കിട്ടുക നോക്കാം നമുക്കിവിടെ. അപ്പോൾ 6,500 ഡിവൈഡ് ബൈ 30,000 എത്ര കിട്ടും, 0.216 എന്നാണ് കിട്ടുക കേട്ടോ. അപ്പോൾ 0.216 എന്നാണ് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂ കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ബന്ധം കണ്ടെത്തി തരാൻ ഞാൻ വേണമെങ്കിൽ നോക്കിക്കോളൂ, ഈ പറഞ്ഞ എ പി സിയും അതേപോലെ തന്നെ ഈ പറഞ്ഞ എ പി എസും കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വാല്യൂ 1 ആണ് കിട്ടുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ നോക്കിക്കോളും, ഇവിടെയുള്ള 0.9ഉം 0.1 കൂട്ടിയാൽ എത്ര കിട്ടുക, 1 ആണ് കിട്ടുക. അതുപോലെ 0.84ഉം 0.16ഉം കൂട്ടിയാൽ എത്ര കിട്ടുക, അപ്പോഴും 1 തന്നെ കിട്ടുക. അതുപോലെ 0.78ഉം 0.216 കൂട്ടിയാൽ എത്ര തന്നെ കിട്ടുക, ഈ പറഞ്ഞ അറൗണ്ട് 1 ആണ് കിട്ടുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ബന്ധം പഠിച്ചേക്കുക, എ പി സിയും എ പി എസും കൂട്ടിക്കഴിഞ്ഞാൽ 1 ആയിരിക്കും കിട്ടുക. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ എ പി എസിൻ്റെ ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 1ൽ നിന്നും ഈ വാല്യൂസ് കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ നോക്കിയേ, 1 മൈനസ് 0.9 എത്ര കിട്ടുക, നമുക്കിവിടെ ഉത്തരം കിട്ടുക 0.1 എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി അതേപോലെ 1 മൈനസ് 0.84 എത്ര ഉത്തരം കിട്ടുക, 0.16 എന്നാണ് കിട്ടുക. അതുപോലെ 1 മൈനസ് 0.78 ചെയ്ത് കഴിഞ്ഞാൽ 0.22 എന്നിട്ട് 2166 എന്ന് പോകുന്നുണ്ട്, റൗണ്ട് ചെയ്യുമ്പോൾ 22 എന്നായിട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് കിട്ടി കഴിഞ്ഞു. ഇനി അടുത്ത് നിങ്ങൾ നോക്കുക, എം പി എസ് ആണ് കാണേണ്ടത്, എം പി സി ആണ് കാണേണ്ടത്. എം പി സി കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡെൽറ്റ സിയെ ഡെൽറ്റ വൈ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. എന്താ ഡെൽറ്റ സി എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞിരിക്കുന്ന സിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അല്ലേ, കൺസംഷനിലെ വ്യത്യാസമാണ് നോക്കണേ. അപ്പോൾ കൺസംഷനിൽ ഫസ്റ്റ് കോളം ഇവിടെ ബ്ലാങ്ക് എന്ന് നമ്മളൊന്നും ചെയ്യേണ്ട, ബ്ലാങ്ക് ഇട്ടുക. ഇനി അടുത്ത കൺസംഷനിലെ വ്യത്യാസം നമുക്ക് നോക്കാം. 15,000ഉം 18,000 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, നമുക്കറിയാം 3,000 ആണ് അവിടെ വ്യത്യാസം. എത്രയാണ്, 3,000 ആണ് വ്യത്യാസം അല്ലേ. അതുപോലെ 15,000ഉം 20,000 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, അവിടെ വ്യത്യാസം 5,000 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക, 3,000 ഡിവൈഡ് ബൈ 5,000. ഒന്നുകൂടി ഞാൻ പറയാം, ഡെൽറ്റ സി എന്ന് പറഞ്ഞാൽ എന്താ, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൺസംഷനിലെ വ്യത്യാസമാണ് കാണേണ്ടത് അല്ലേ. 15,000 18,000 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, അത് 3,000 ആണ് നമുക്കിവിടെ കിട്ടുക, 3,000 എന്ന് കിട്ടും. അതേപോലെ ഇൻകത്തിൻ്റെ വ്യത്യാസം എത്രയാണ്, 15,000 20,000 തമ്മിലുള്ള വ്യത്യാസം നമുക്കവിടെ കിട്ടും 5,000 എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ 5,000 എന്നും 3,000 എന്നും കിട്ടി. നമ്മൾ നേരെ വാല്യൂസ് ഇവിടെ എഴുതിയാൽ മാത്രം മതി, നോക്കിക്കോളൂ. അപ്പോൾ 3,000 ആണ് വ്യത്യാസം, ഡിവൈഡ് ബൈ 5,000. 3,000 5,000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും, 0.6 എന്ന് കിട്ടും, 0.6 എന്ന് കിട്ടും. ഇനി അതേപോലെ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ വരിക, അടുത്ത് നമ്മൾ നോക്കുമ്പോൾ നോക്കിക്കോളൂ, ജസ്റ്റ് ശ്രദ്ധിക്കുക, അടുത്ത് നമ്മൾ വ്യത്യാസം കാണണം വേണ്ടേ, അടുത്ത വ്യത്യാസം കാണാം, സിമ്പിളായിട്ട് കിട്ടും, നോക്കിക്കോളൂ. അടുത്ത് നമ്മൾ കാണുമ്പോൾ നോക്കിക്കോളൂ, അടുത്ത കോളത്തിൽ വരുമ്പം
18,000 21,000 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അതും 3000 തന്നെയാണ് വ്യത്യാസം അല്ലെ, 3000 തന്നെയാണ്. 20,000 25,000 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അതും 5,000 തന്നെയാണ് വ്യത്യാസം അല്ലെ. അപ്പൊ നമ്മുടെ സെയിം ഉത്തരമല്ലേ വരിക? യെസ്, സെയിം ആണ് വരിക. അപ്പൊ 3000 ഡിവൈഡ് ബൈ 5000 എന്നാണ് നമ്മൾ ഉത്തരം കിട്ടുക. ഉത്തരം എത്ര വരിക? 0.6 എന്നാണ് കിട്ടുക. 0.6 എന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്ക് കണ്ടേ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഇതിനെ മായ്ച്ചു കളഞ്ഞിട്ട് ചെയ്തു നോക്കുന്നു. അപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന അടുത്തതിന്റെ വ്യത്യാസത്തിലായിരുന്നു. നമുക്കറിയാം ഉറപ്പായിട്ട് സംഖ്യ മാറ്റണം. കാരണം എന്താ? 21,000 23,500 അല്ലെ. എത്ര വരും? ഏകദേശം 2,500 വ്യത്യാസമേ ഉള്ളൂ. കുറഞ്ഞു അല്ലെ, 2,500 വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ വരുമാനത്തിൽ എത്രയാ? വരുമാനത്തിൽ വ്യത്യാസം എത്രയാ? 25,000 30,000 തമ്മിലുള്ള വ്യത്യാസം 5,000 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആ വാല്യൂ ചെയ്താൽ എത്ര വരിക? 2,500 ഡിവൈഡ് ബൈ 5,000 എന്നാണ് നമ്മുടെ ഉത്തരം വരിക. ഉത്തരം 0.5 എന്നാണ് വരിക. 0.5 എന്നാണ് വരിക. ഇനി നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? MPCയും MPSും കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും ഉത്തരം വരിക? ഉത്തരം 1 ആയിരിക്കും വരിക. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള കണ്ടുപിടിക്കാം. അതായത് ഈ MPS കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്നിൽ നിന്നും ഇപ്പം കിട്ടിയ MPCയുടെ വാല്യൂ ഇങ്ങനെ കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഞാനത് ഇവിടെ എഴുതാണ്, ഡയറക്റ്റ് ആയിട്ട് എഴുതണ്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. Δs ഡിവൈഡ് ബൈ Δy ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് സമയം കളയേണ്ടതെന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, 1 മൈനസ് 0.6 എത്ര കിട്ടുക? 0.4 എന്ന് കിട്ടും. അതേപോലെ 1 മൈനസ് എഗെയിൻ 0.6 എത്ര കിട്ടുക? 0.4 എന്ന് കിട്ടും. അടുത്തത് 1 മൈനസ് 0.5 എന്ന് കിട്ടും. ഉത്തരത്തിൽ വരിക 0.5 തന്നെ വരും. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണിത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? വെറുതെ ടെൻഷൻ അടിച്ച് ഇതൊക്കെ ടഫ് ആണെന്ന് പറഞ്ഞത് നമ്മൾ വെറുതെ വിട്ട് കളയും. അപ്പോൾ ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് ചെയ്ത് പഠിക്കാം. അതിനാകെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 4 ആൾക്കാരെ പരിചയപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ. ആരൊക്കെയാണ് 4 ആൾക്കാർ? ഒന്നാമത്തെ ആളുടെ പേരാണ് നമ്മൾ പറഞ്ഞു വെച്ചാൽ APC പരിചയപ്പെടണം. പിന്നെ അതുപോലെ APSനെയും പരിചയപ്പെടണം. MPCയെയും പരിചയപ്പെടണം. MPSനെയും നമ്മൾ പരിചയപ്പെടണം അല്ലെ. APC കാണാനുള്ള ഇക്വേഷൻ, MPC കാണാനുള്ള ഇക്വേഷൻ, APS കാണാനുള്ള ഇക്വേഷൻ, MPS കാണാനുള്ള ഇക്വേഷൻ എല്ലാം ഡിവിഷൻ ചെയ്യാനാണ് അല്ലെ. എല്ലാം ഡിവിഷൻ ചെയ്യാനാണ്. ഇനി നോക്കാം, C ആണ് കൺസംഷൻ ഡിവൈഡ് ബൈ ഇൻകം, സേവിങ്സ് ഡിവൈഡ് ബൈ ഇൻകം. അതുപോലെ ഡെൽറ്റ കൺസംഷൻ ഡിവൈഡ് ബൈ ഡെൽറ്റ ഇൻകം, ഡെൽറ്റ സേവിങ്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ഇൻകം. ഇത്രയുള്ള പരിപാടി. ഇതിനാണ് നമ്മൾ വെറുതെ എന്ത് ചെയ്യുന്നത്? ടെൻഷൻ അടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ ഇക്വേഷൻസ് പഠിച്ച മക്കളെ 1 വേർഡിൽ പോലും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ നമുക്കിനി ആ മാർക്ക് മിസ്സാവാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജ്ബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.